ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ അരാംകോയിലെ റാസ് തനൂറ എന്ന് പറയുന്ന അതിലെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ ടാങ്ക് നിന്ന് കത്തുകയാണ്. അതിൻ്റെ പ്രത്യാക്രമണമായി സൗദി സംയുക്ത സേന എന്ന പേരിൽ ഹൂത്തികളെ തിരിച്ചാക്രമിക്കുകയും ചെയ്തു. സംഗതി ഇപ്പോൾ വീണ്ടും സൗദി അറേബ്യ കൂടി ഈ യുദ്ധത്തിൻ്റെ ഫോർഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അരാംകോ കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഓയിൽ കമ്പനിയാണ് അരാംകോ. 1931 മുതൽ സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയ അതുപോലെ തന്നെ സൗദി അറേബ്യയും ചേർന്നുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അരാംകോ പ്രവർത്തിക്കുന്നത്. 1944 അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി എന്ന് പേരിട്ട് അരാംകോ എന്ന പേരിലേക്ക് മാറ്റിയത്. 73 സൗദി സർക്കാർ അതിൻ്റെ 10-25% ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു. 80 ആയപ്പോഴേക്കും 100% സ്വന്തമാക്കി. 1988 സൗദി അറേബ്യൻ ഓയിൽ കമ്പനി എന്ന നിലയിൽ ആണ് നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശം മുഴുവൻ സൗദി അറേബ്യയ്ക്കാണ്. പക്ഷേ എന്നാലും അതിനുള്ളിലെ സാങ്കേതിക വിദ്യ, എൻജിനീയറിംഗ്, പെട്രോ കെമിക്കൽ സംവിധാനങ്ങളൊക്കെ അമേരിക്കൻ കമ്പനികളാണ് നടത്തുന്നത്. ഈ അമേരിക്കൻ കമ്പനികൾക്ക് വളരെ സ്വതന്ത്രമായി അവർ അമേരിക്കയിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ അരാംകോയ്ക്കകത്ത് ജീവിക്കാനുള്ള സ്പെഷ്യൽ പെർമിഷനും സൗദി അറേബ്യ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടേതാണെങ്കിലും ലക്ഷ്യം വെച്ചാൽ അമേരിക്കക്കാരെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ അരാംകോ എന്ന് പറയുന്നത്. ഈ അരാംകോയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രത്യാക്രമണം എന്നോണം ഇറാനാണ് ആക്രമിച്ചതെന്നും ഹൂത്തികളാണ് ആക്രമിച്ചതെന്നും പറയുന്നു. ഏതായാലും 3 ദിവസങ്ങൾക്ക് മുമ്പ് അരാംകോയിലേക്ക് ഡ്രോൺ അയച്ചാക്രമിച്ചു. ആ ഡ്രോൺ സൗദി അറേബ്യ തകർത്തുവെങ്കിലും അതിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾ ചെന്ന് വീണത് ഒരു ഓയിൽ റിഫൈനറിയിലാണ്. റാസ് തനൂറ എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഓയിൽ റിഫൈനറികളിൽ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയിലാണ്, അതിൻ്റെ ടാങ്കിലാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് കത്താൻ തുടങ്ങിയത്. അതിൻ്റെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല, അത് വേഗത്തിൽ കഴിയുക സാധ്യവുമല്ല. സംഗതി ആ തീ അണയ്ക്കുന്ന ജോലിയും ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളാണ്. നിങ്ങൾ ഓർക്കണം, അവനൊരു യുദ്ധമുണ്ടാക്കുന്ന ലാഭം നോക്കണം. ആക്രമിക്കുന്നത് അവൻ കാര്യങ്ങൾ പുറത്തു വിടുമ്പോൾ അവൻ്റെ ഓഹരി വ്യക്തിപരമായി കൂടുന്നു. അതുകൂടാതെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ ആയുധങ്ങൾ വിൽക്കുന്നു. പിന്നെ അതുകൂടാതെ യുദ്ധക്കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കാനുള്ളതും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കമ്പനികളാണ്. ഏതായാലും അവിടെ അവർ ഇത് തീ അണയ്ക്കുന്നതിന് പകരം ആ ഓയിൽ റിഫൈനറി ക്ലോസ് ചെയ്തു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിവരം. ഈ ആക്രമണത്തിന് പ്രത്യാക്രമണമായി സൗദി അറേബ്യൻ സഖ്യസേന ഹൂത്തികളെ ആക്രമിച്ചു. അത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. എന്ന് വെച്ചാൽ ഇതുവരെ യുദ്ധം തുടങ്ങിയെങ്കിലും സൗദി അറേബ്യ ഒരു ഫോർഫ്രണ്ടിലേക്ക് വന്നില്ലായിരുന്നു. സൗദി അറേബ്യയുടെ ഈ ഹൂത്തി മേഖലയുമായി അടുത്ത സ്ഥലങ്ങളിലൊക്കെ വളരെ കാലം ആക്രമണങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ വന്ന സമയത്ത് അതിനൊരു ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവന്ന് സൗദി അറേബ്യ വേറൊരു കാഴ്ചപ്പാടിലേക്ക് വിഷൻ 2030 എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിനിടയിൽ ആ എല്ലാ 2030യെയും അട്ടിമറിക്കുന്നതാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതി. ഇതിന് കാരണം നൺ അതർ ദാൻ ഇസ്രയേൽ ആൻഡ് അമേരിക്ക. അവരുടെ ലക്ഷ്യങ്ങളാണ് ഇതിലെല്ലാം പൂർത്തിയാകുന്നത്. ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു, ആ രാജ്യം മിഡിൽ ഈസ്റ്റിൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭമാണ് ഇവിടെയും. ഈ ആക്രമണവും ഇനി തുടർന്നു പോയാൽ ഇറാനും ഹൂത്തികളും എല്ലാം കൂടി ആയാൽ GCCയുടെ കാര്യം കട്ടപ്പുകയാവുന്നു എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. ഇതിങ്ങ് നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിലെ വരെ അടുപ്പുകളിൽ പ്രതിഫലിക്കുകയാണ്. അതാണ് അതിൻ്റെ രസം. കാരണം അവിടെയൊക്കെ ജോലിയെടുക്കുന്നവർ ധാരാളം മലയാളികളുണ്ട്. അതാണ് അതിൻ്റെ സത്യം. കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല.